ഗ്രേസ് എന്ന പേരുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എറിക് എൻസ്ട്രാം എന്ന ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രമാണ്. ഈ പടത്തിലുള്ള വ്യക്തിയുടെ പേര് ചാൾസ് വിൽഡൺ എന്നാണ്. എറിക്കിൻ്റെ മിനിസോട്ടയിലെ സ്റ്റുഡിയോയിൽ വന്ന ഒരു സന്ദർശകനാണ് ചാൾസ് വീടുകൾ തോറും സഞ്ചരിക്കുന്ന ഒരു ചെറിയ കച്ചവടക്കാരനായിരുന്നു. ഇത് ഒരു നന്ദിയുടെയും തൃപ്തിയുടെയും കൃതജ്ഞതയുടെയും ചിത്രമാണ്. ഈ ചിത്രം എടുത്തത് 1918 ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത തകർന്ന ഒരു സമയമാണത്. സാധാരണക്കാർ യുദ്ധച്ചെലവുകൾ നിമിത്തം ദുരിതമനുഭവിക്കുന്ന ഒരു സമയം, ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു കാലഘട്ടം, പലർക്കും യുദ്ധത്തിനായി യൂറോപ്പിൽ പോകേണ്ടി വന്ന ഒരു സമയം. ആ സമയം മനുഷ്യ മനസ്സുകളിൽ തൃപ്തിയുടെയും കൃപയുടെയും വിത്തുകൾ പാകിയ ഒരു ചിത്രമാണത്. ഈ ചിത്രമെടുക്കുവാൻ എറിക് ചാൾസിന് $5 കൊടുത്തു. ആ ചിത്രത്തിൽ ഒന്ന് നോക്കിക്കേ. അതിൽ ഇരിക്കുന്ന വയോധികനായ മനുഷ്യൻ ഡിന്നർ കഴിക്കുവാൻ ഇരിക്കുകയാണ്. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് സൂപ്പുണ്ട്. അടുത്ത് ഒരു കഷണം റൊട്ടി ഇരിക്കുന്നു. ഒരു കണ്ണാടിയും മേശയിലുണ്ട്. കൂടെ ഒരു ബൈബിളും ഇരിക്കുന്നു. ചുറ്റും യുദ്ധവും പട്ടിണിയും ഒക്കെ നടക്കുമ്പോൾ ചാൾസ് വിൽഡൺ എന്ന ഈ മനുഷ്യന് ശാന്തതയോടെ ഇരിക്കുവാൻ വേണ്ടിയത് ഒരൽപ്പം ഭക്ഷണവും കൂടെ മാറ്റമില്ലാത്ത ദൈവവചനവുമാണ്. എന്നാൽ നമ്മുടെ തീന്മേശ ഇന്ന് മാറിയിരിക്കുന്നു. അവിടെ ദൈവത്തിന് ഒരു സ്ഥാനമുണ്ടോ? ഇന്ന് ദൈവത്തിനും ദൈവവചനത്തിനും പകരം മീഡിയയും ലോകചിന്തകളും സ്ഥാനം പിടിച്ചു. ഇന്ന് മേശമേൽ വെറും റൊട്ടിയും സൂപ്പും മാത്രമല്ല, ആവശ്യത്തിന് വിഭവങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ വിഭവങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന മേശ ഒരിക്കലും നന്മയുടെയും സമൃദ്ധിയുടെയും അടയാളങ്ങളല്ല. ദൈവത്തിനവിടെ സ്ഥാനമുണ്ടെങ്കിൽ, ദൈവവചനത്തിനവിടെ സ്ഥാനമുണ്ടെങ്കിൽ, ആ മേശമേൽ വിഭവങ്ങൾ ഒന്നുമില്ലെങ്കിലും ആ മേശയാണ് ഏറ്റവും സമൃദ്ധമായ മേശ. നാം പ്രാർത്ഥിക്കേണ്ടിയത് നമ്മുടെ മേശമേൽ വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്നല്ല. ദൈവമേ, അങ്ങേക്കും അങ്ങയുടെ വചനത്തിനുമുള്ള സ്ഥാനം എൻ്റെ മേശയിൽ നിന്നും ഒരിക്കലും മാറാതിരിക്കണമേ എന്നാണ്. ഈ ചിത്രം 10,000 കോപ്പികൾ പല സ്ഥലങ്ങളിലായി പ്രചരിക്കപ്പെട്ടു. അനേകം ഓഫീസുകളിലും കോളേജുകളിലും ഈ ചിത്രം ഇന്നും തൂക്കിയിട്ടിട്ടുണ്ട്. 2002 മിനിസോട്ടയുടെ ഔദ്യോഗിക ചിത്രമായി ഈ ചിത്രത്തെ അംഗീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം ഇല്ലാത്തതിനെ ഓർത്ത് കരയാറുണ്ട്. മറ്റുള്ളവരുടെ സമൃദ്ധിയുമായി നാം തുലനം ചെയ്യാറുണ്ട്. അവരെക്കാൾ ഒരു പടി പുറകിലാണല്ലോ എന്നോർത്ത് വിഷമിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനും വചനത്തിനും ഒരു സ്ഥാനമുണ്ടെങ്കിൽ നിങ്ങളെക്കാളും ദൈവകൃപയുള്ള വേറെ ആരുമില്ല. നിങ്ങളെക്കാൾ സമ്പന്നൻ വേറെ ആരുമില്ല. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. 1000 ദിവസത്തേക്കാൾ ഉത്തമമൊരു ദിവസം ദുഷ്ടന്റെ കൂടാരത്തേക്കാൾ ദേവാലയ വാതിലാണിഷ്ടം.